ഇസ്രായേലുമായി തുടരുന്ന സംഘർഷത്തിൽ സ്വന്തം മണ്ണിൽ 1060 പൗരന്മാർ കൊല്ലപ്പെട്ടതായി ഔദ്യോഗികമായി സമ്മതിച്ച് ഇറാൻ. നിരവധി പേർ ഗുരുതര പരിക്കുകളുമായി ആശുപത്രികളിൽ ചികിത്സയിലായതിനാൽ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നും ഇറാൻ സർക്കാർ വ്യക്തമാക്കി. ഇറാനിലെ ഫൗണ്ടേഷൻ ഓഫ് മാർട്ടിയേഴ്സ് ആൻഡ് വെറ്ററൻസ് അഫയേഴ്സിന്റെ തലവൻ സായിദ് ഒഹാദി സ്റ്റേറ്റ് ടെലിവിഷനെ നൽകിയ അഭിമുഖത്തിലാണ് ഞെട്ടിക്കുന്ന ഈ വിവരങ്ങൾ പുറത്തുവിട്ടത്. ചിലർക്ക് ഗുരുതര പരിക്കേറ്റതിനാൽ മരണസംഖ്യ 1100 വരെ ആകാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തുടക്കത്തിൽ ഇസ്രായേൽ ആക്രമണങ്ങളുടെ വ്യാപ്തി കുറച്ചു കാണിക്കാനാണ് ഇറാൻ ശ്രമിച്ചിരുന്നത്. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിനു ശേഷവും നാശനഷ്ടങ്ങളുടെയും മരണങ്ങളുടെയും കൃത്യമായ കണക്കുകൾ സർക്കാർ പുറത്തുവിട്ടിരുന്നില്ല. ഈ പ്രസ്താവനയോടെ ഇറാൻ സൈന്യവും സാധാരണക്കാരും നേരിട്ട ആഘാതം എത്രത്തോളമാണെന്ന് വ്യക്തമാവുകയാണ്. ഔദ്യോഗിക കണക്കുകൾക്കപ്പുറം മനുഷ്യാവകാശ സംഘടനകളുടെ റിപ്പോർട്ട് ഇറാൻ സർക്കാർ പുറത്തുവിട്ട ഔദ്യോഗിക കണക്കുകൾക്ക് പുറമെ യുദ്ധത്തിൽ ഇതിലും അധികം ആളുകൾ കൊല്ലപ്പെട്ടുവെന്ന് മനുഷ്യാവകാശ സംഘടനകൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നു. വാഷിംഗ്ടൺ ആസ്ഥാനമായുള്ള മനുഷ്യാവകാശ പ്രവർത്തകരുടെ സംഘം 1190 പേര് യുദ്ധത്തിൽ ഇറാനിൽ കൊല്ലപ്പെട്ടുവെന്ന് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു.